പോക്സോ കേസ് പ്രതി സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ സ്കൂളിന് വീഴ്ച പറ്റിയെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ റിപ്പോർട്ട്. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഹെഡ്മാസ്റ്റർക്ക് ഒഴിയാൻ കഴിയില്ല. നടപടി കൂടി ശുപാർശ ചെയ്യാൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം. TS ഹരീഷിന് വിശദവിവരങ്ങളുമായി ചേരുന്നു. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് നിരീക്ഷിക്കപ്പെടേണ്ടത് എന്ന് തോന്നുന്നു. അത്തരത്തിലൊരു പോക്സോ കേസ് പ്രതി ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പ്രധാന അധ്യാപകന് അങ്ങനെ ഒരു അവസരമില്ല. അത് ചെയ്യാൻ പാടുള്ളതല്ല. അധ്യാപകൻ അറിഞ്ഞ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവിടെ നടക്കേണ്ടത് എന്നുള്ളത് കൊണ്ട്. എന്താണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഹരീഷ? കോട്ടൂർ ഹൈസ്കൂളിലെ അധ്യാപകർ കുറച്ചുകൂടി വിവേചന ബുദ്ധി കാണിക്കണമായിരുന്നു എന്ന് ഇന്നലെ മുതൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അതുതന്നെ ഈ റിപ്പോർട്ടിൽ സംഭവിക്കുകയും ചെയ്തു. അതായത് ഒരിക്കലും ഇതൊരു അറിയാതെ സംഭവിച്ചത് എന്നുള്ള തരത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു പിന്നാലെ തന്നെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പറഞ്ഞ വിശദീകരണം എന്ന് പറയുന്നത് മുകേഷ് M. നായർ അതിഥിയായി വരുന്ന വിവരം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഈ സ്കൂളിൽ പഠനോപകരണങ്ങളും മറ്റും വിതരണം ചെയ്യുന്നതിന് ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു. ആ സ്പോൺസറാണ് മുകേഷ് M. നായരെ സ്കൂളിലേക്ക് അതിഥിയായി ക്ഷണിച്ചത്. പ്രവേശനോത്സവ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുകേഷ് M. നായർ സ്കൂളിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എന്നായിരുന്നു ഇന്നലെ ഹെഡ് മാസ്റ്റർ നൽകിയിരുന്ന വിശദീകരണം. പക്ഷെ ആ വിശദീകരണത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തൃപ്തരല്ല. കാരണം ഇത്തരത്തിലൊരു മുകേഷ് M. നായർ ഒരു അതിഥി വരുമ്പോൾ ആ അതിഥിയുടെ പശ്ചാത്തലം കൃത്യമായി സ്കൂൾ അധികൃതർ മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് മനസ്സിലാക്കാത്തത് പ്രഥമാധ്യാപകന് പറ്റിയ വീഴ്ചയാണ്. അതിൽ നടപടിയാണ് ഇനി വരാനിരിക്കുന്നത്. നടപടി എടുക്കുന്നതിന് വേണ്ടി ഡെപ്യൂട്ടി ഡയറക്ടർ നിർദ്ദേശം, എന്ത് നടപടി എടുക്കണം എന്നുള്ള തരത്തിലൊരു നിർദ്ദേശം നൽകണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. ഫോർട്ട് സ്കൂളിലെ പ്രഥമ അധ്യാപകനെതിരെ നടപടി വരാൻ തന്നെയാണ് സാധ്യത.